നിങ്ങളുടെ ശരീരം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം എനർജികളെ വഹിക്കാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കും. നിങ്ങളുടെ പാസ്റ്റ് എന്താണ്? പ്രസന്റ് എന്താണ്? ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും? ഈ ശരീരം എന്തെല്ലാം കർമ്മങ്ങൾ കണ്ടിട്ടുണ്ട്? ഏത് ജന്മം കടന്നിട്ടാണ് ഈ ജന്മത്തിലേക്ക് വന്നിരിക്കുന്നത് പോലുള്ള വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ ശരീരം നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കും. ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ബോഡി അലൈൻമെന്റ് ഇറ്റ് ഈസ് പോസിബിൾ. ഇത് ചെയ്യുന്നത് അധികവും യോഗികളാണ്. ഇതിനുള്ള കാരണം യോഗ കൾച്ചറിൽ പറയുന്നത് ശരീരം എന്ന് പറയുന്ന ഒരു മെഷീൻ മാത്രമല്ല, അതൊരു യന്ത്രം കൂടെയാണ്. ഒരു കോപ്പർ പ്ലേറ്റിൽ സിൽവർ പ്ലേറ്റിൽ വരച്ചെടുക്കുന്നതല്ല, അത് മാത്രമല്ല യന്ത്രം. ഹ്യൂമൻ ബോഡി ഈസ് ദ മോസ്റ്റ് പവർഫുൾ യന്ത്രം. അലൈൻമെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ വെല്ലാൻ പറ്റിയ ഒരു യന്ത്രവും ലോകത്തില്ല എന്ന് തന്നെ പറയണം. സോ ആ യന്ത്രത്തിന്റെ അലൈൻമെന്റ് എന്താണ്? ഡിസൈനിങ് എങ്ങനെയാണ്? അതെങ്ങനെ വർക്കാവുന്നു? അതിനെ എത്രത്തോളം ഓൾട്ടർ ചെയ്യാൻ സാധിക്കും? അതിൽ എത്ര ചേഞ്ചസ് വരാൻ സാധിക്കും? ഇതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ഗംഭീരമായിട്ട് ആത്മീയതയിൽ വളരുമോ, ഏതെല്ലാം ശക്തികളുടെ ഉടമയാവും പ്രപഞ്ചത്തിനെ, ഏതെല്ലാം ശക്തികൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് തീരുമാനിക്കുക. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജിയോമെട്രി ഏതോ ആയിക്കോട്ടെ, അതിനെ ഹയർ വൈബ്രേഷനിലുള്ള ഒരു എനർജി ആയിട്ട് മാച്ച് ചെയ്യാൻ 3 ആസനങ്ങൾ പറഞ്ഞുതരാം. ആസനങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു യന്ത്രം തന്നെയാണ്, ഒരു ജിയോമെട്രി തന്നെയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ യന്ത്രത്തെ മാറ്റി പുതിയൊരു യന്ത്രം സ്ഥാപിക്കുന്ന പ്രോസസ്സ്, അതാണ് യോഗാസനങ്ങൾ. സോ എല്ലാവർക്കും കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന, എന്നാൽ മാസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടുള്ള 3 ആസനങ്ങളാണ് പറഞ്ഞുതരുന്നത്. എങ്ങനെ ചെയ്യണം എന്നുള്ളതും അതിൻ്റെ ഗുണങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യത്തെ ആസനമാണ് വജ്രാസനം. വജ്രാസനം എന്ന് പറഞ്ഞാൽ, വജ്രം എന്ന് പറഞ്ഞാൽ ഡയമണ്ട്, ആസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന രീതി, ഒരു പാറ്റേൺ, ഒരു സെർട്ടൻ ജിയോമെട്രി, അത്രയേ ഉള്ളൂ. സോ ഇന്റേണൽ സിസ്റ്റം, നിങ്ങളുടെ പ്രാണൻ, നെർവസ് സിസ്റ്റം, ദെൻ ഓൾസോ ശരീരം, മൈൻഡ്, ഈ എല്ലാ കാര്യങ്ങളെയും വജ്രം പോലെ ഉറപ്പുള്ളതാക്കാൻ സഹായിക്കുന്ന ഒരു ആസനം. അതിന് മാച്ചിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ എനർജി ശരീരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങളുടെ സിസ്റ്റത്തിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്ന ആസനം, അതാണ് വജ്രാസനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചില അമ്പലങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ മിക്ക സമയത്തും അവിടുത്തെ നമ്പൂതിരികൾ, എസ്പെഷ്യലി അതൊരു യോഗ പ്രതിഷ്ഠയാണെങ്കിൽ, അവിടുത്തെ നമ്പൂതിരികൾ വജ്രാസനത്തിലാണ് ഇരിക്കുക. ഇനി ഒരു യോഗി സമാധിയാവുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പൂജകൾ നടക്കുമ്പോൾ അതും വജ്രാസനത്തിലാണ് ഇരിക്കുക. ഇനി പുതിയതായിട്ടൊരു ജീവസമാധി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും വജ്രാസനം തന്നെയാണ് മോസ്റ്റ് ആൾക്കാരും ഉപയോഗിക്കുക. കാരണം ഒരു എനർജിയെ അട്രാക്ട് ചെയ്യാനും അതിനെ എന്നേക്കുമായിട്ടുള്ളിൽ ലോക്ക് ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് വജ്രാസനം. മനസ്സിലാവുന്ന പോലെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ശിവലിംഗം കണ്ടിട്ടുണ്ട്. ആ ശിവലിംഗത്തിന്റെ സ്റ്റെബിലിറ്റിയും അതിന്റെ എനർജിയും കണ്ടെയ്ൻ ചെയ്യാൻ ഈക്വൽ ആയിട്ടുള്ളതാണ് വജ്രാസനം. ദാറ്റ് മീൻസ്, ഒരു സിറ്റുവേഷൻ വൈസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു അമ്പലത്തിൽ പോയി, അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് കുറച്ച് യോഗ, പ്രാണായാമം, ധ്യാനമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വജ്രാസനത്തിൽ ചെയ്യുക. ശിവലിംഗത്തിന്റെ റൈറ്റ് സൈഡ് ഇരുന്ന് ചെയ്യുക. നടുവിലിരിക്കാൻ പറ്റില്ല, റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ. അതിൽ ഏറ്റവും ബെസ്റ്റ് വജ്രാസനമാണെങ്കിൽ റൈറ്റ് സൈഡ് ഇരുന്നുകൊണ്ട് ഡെയിലി 1 hour നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ആ ടെമ്പിളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ എനർജി എന്താണോ അത് അതേപോലെ വിത്തിൻ യു ക്യാൻ ഡൗൺലോഡ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സൂപ്പർസ്റ്റിഷൻ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളെക്കാളും ഹയർ ആയിട്ടുള്ള ഒരു എനർജിയെ ഉള്ളിലേക്ക് വലിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ഉള്ളിലുള്ള എനർജിയെ പുറത്തോട്ട് കൊടുക്കാനോ സഹായിക്കുന്ന, ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് കൂടിയാണ് വജ്രാസനം. സോ കൊടുക്കുന്ന കാര്യമൊക്കെ യോഗികളുടെ സംഭവമാണ്, ജീവസമാധി കോൺസെൻട്രേഷൻ ഒക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്പൂതിരി മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ബട്ട് സാധകർ ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം അബ്സോർബ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു പവർഫുൾ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ, അതൊരു ബീയിങ് ആയിക്കോട്ടെ, ഒരു യോഗി ആയിക്കോട്ടെ, ഇനി ക്ഷേത്രങ്ങളിൽ എസ്പെഷ്യലി ശിവലിംഗങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴും വജ്രാസനം യൂസ് ചെയ്യാൻ പഠിക്കുക. ചുമ്മാ അവിടെ പോയി നിൽക്കരുത്. ഞാൻ അതാ പറഞ്ഞ്, പറ്റുമെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡ് വജ്രാസനത്തിലിരുന്ന് നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങി ഒരു 10 മിനിറ്റെങ്കിലും ധ്യാനിക്കാൻ നോക്കുക, അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. ആൻഡ് ഇഫ് യു ആർ ഗുഡ് അറ്റ് ഇറ്റ്, 1 hour മെഡിറ്റേഷൻ കണ്ടിന്യൂസ്ലി ഡൂയിങ് ഫോർ ഇയേഴ്സ്. അവിടെയുള്ള ശിവലിംഗത്തിന്റെ എനർജി എന്താണോ അത് നിങ്ങളിലേക്ക് പ്രോപ്പർലി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അത്രയും പവർഫുൾ ആണ് വജ്രാസനം. സെക്കൻഡ് ഈസ് വൃക്ഷാസനം. വൃക്ഷാസനം പേര് പോലെ തന്നെ, മരം, വൃക്ഷം എന്ന് പറഞ്ഞാൽ മരം, ആസനം എന്ന് പറഞ്ഞാൽ എഗെയിൻ ഇറ്റ്സ് എ ജിയോമെട്രി. നൗ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സ്വയം മരമാവാനാണോ? മരത്തെ പോലെ എനി ക്വാളിറ്റി? യെസ്, എല്ലാ യോഗാസനങ്ങളും നേച്ചർ എലിമെന്റ് ആയിട്ട് പേരിടാനുള്ള റീസൺ അതാണ്. അതിന്റെ ക്വാളിറ്റി എന്താണോ അതിന് തുല്യമായി മാറാൻ ആ ആസനം സഹായിക്കും. അതുകൊണ്ടാണ് ഓരോ ആസനത്തിന്റെ പേര് നോക്കുക. ആ പേരിൽ തന്നെ ഉണ്ട് ആസന സിദ്ധി നേടിക്കഴിഞ്ഞാൽ, മീൻസ് ആ ഒരു ആസനം നിങ്ങൾ മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുള്ളത്.
സോ വൃക്ഷാസനം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ ഉറപ്പ്, ഒരു വൃക്ഷത്തിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന് ഫോക്കസ് ഒന്നുമില്ല, അത് എവിടെയോ കോൺസെൻട്രേഷൻ നോക്കിയിട്ടല്ല ഇരിക്കുന്നത്. പക്ഷെ അതിന്റെ വേരുകൾ അത് താഴോട്ട് പോകുന്നതും ന്യൂട്രീഷൻ എടുക്കുന്നതും അവിടെ ഒരു ഉറപ്പുണ്ടാകും നിൽക്കുമ്പോൾ. ഫിസിക്കലി മീൻസ് അതിന്റെ ഒരു ബലം നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ വളർച്ച, നിങ്ങളൊരു മരം പൊഴുക്കുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേര് പോകുന്ന ദൂരം ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ്സ് ടു മച്ച്. നമുക്കത്ര മനസ്സിലാക്കാൻ പറ്റുന്ന, ഈവൻ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് അത് പോയിരിക്കുന്നത്. അത്രയും ഒരു ഇന്റലിജൻസ് ആ മരത്തിനുണ്ട്. എങ്ങോട്ട് പോകണം, എവിടെ നിൽക്കണം, എവിടെ നിൽക്കണ്ട, എല്ലാം ആ മരത്തിന് അറിയാം. സോ വൃക്ഷാസനം മീൻസ് ബ്രിങ്ങിങ് ദാറ്റ് സ്റ്റെബിലിറ്റി ടു യുവർ ഓൺ ബോഡി ആൻഡ് മൈൻഡ്. വജ്രം എന്ന് പറഞ്ഞാൽ അതിന് തുല്യമായിട്ട് ഉറപ്പിക്കുക, ഡയമണ്ട് പോലെ ആക്കുക. വൃക്ഷം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ആവില്ല, പക്ഷെ നിങ്ങളുടെ എനർജീസ് പല സൈഡ് ആണെങ്കിൽ, മീൻസ് ഇപ്പോൾ മൈൻഡ് അജിറ്റേറ്റഡ് ആണ്, ബോഡി എപ്പോൾ നോക്കിയാലും ഫ്ലക്ച്വേറ്റഡ് ആണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും പ്രോപ്പർലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കിട്ടുന്നില്ല, ധ്യാനത്തിൽ പോയാലും അവിടെ അധികം നേരം നിൽക്കാൻ സാധിക്കുന്നില്ല, ഒരു ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, ശരീരം, എനർജി, ഇവർക്കുള്ളതാണ് വൃക്ഷാസനം. റൈറ്റ് ലെഗോ ലെഫ്റ്റ് ലെഗോ വാട്ട് എവർ, യു കൻ ഡു എനിത്തിങ്, ബട്ട് ദോസ് ഹു സ്ട്രൈവ് ഫോർ സ്റ്റെബിലിറ്റി, അവർക്ക് ശാരീരികമായും മാനസികമായും എനർജി തലത്തിലും സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ചില ആൾക്കാരുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എപ്പോഴും എനിക്ക് ഓവർ തിങ്കിങ് ആണ്, ടെൻഷനാണ്, ഇമോഷൻസ് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ആവും, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആണെന്നുള്ളവർ ഡെയിലി ഒരു ഫസ്റ്റ് നിങ്ങൾ 2 മിനിറ്റ് വെച്ച് തുടങ്ങാം, ദെൻ മെല്ലെ മെല്ലെ ഒരു 10 മിനിറ്റ് എങ്കിലും ഡെയിലി നിങ്ങൾക്ക് വൃക്ഷാസനം 2 കാലം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈച്ച് 5 മിനിറ്റ്സ് ഓർ ഈച്ച് 10 മിനിറ്റ്സ്, 2 കാലുകളും ഓരോന്നോരോന്ന് മാറി മാറിയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിൽക്കും. നിങ്ങളിപ്പോൾ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനത്തെ എന്തെങ്കിലും മരുന്നെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ദിസ്. ആ മരുന്ന് നിങ്ങൾ നൈസായിട്ട് മാറ്റിവെക്കും. വേറൊരു തെറാപ്പി ആവശ്യമില്ല, ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. സീരിയസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസൾട്ട് ചെയ്യാൻ, നോ എന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു മൈൽഡ് ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് പ്രാക്ടീസ് ദിസ് തിങ്. ആർക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇഞ്ചുറി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ദെൻ ഓക്കെ, ഇറ്റ്സ് ഫ്രീ ടു പ്രാക്ടീസ്. ഓൾസോ ഇറ്റ് അട്രാക്ട്സ് സർട്ടൺ കൈൻഡ് ഓഫ് എനർജി ഫ്രം ദ യൂണിവേഴ്സ്. ഇപ്പോൾ വജ്രാസനം എങ്ങനെയാണോ നമ്മൾക്ക് ആ ഒരു കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ട് എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നത്, അതേപോലെ വൃക്ഷാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അട്രാക്ട് എർത്ത് കൈൻഡ് ഓഫ് എനർജി. മീൻസ് ഒരു പഞ്ചഭൂതങ്ങളിൽ എർത്തിന്റെ കാര്യം അറിയാം. എർത്ത്, ഭൂമി എന്ന സാധനം അവിടെ ഉണ്ട്. അതിന്റെ ക്വാളിറ്റീസ് നിങ്ങളിലേക്ക് കൊണ്ടുവരും. ഞാനതാ മരത്തിന്റെ വേരിന്റെ കാര്യം പറഞ്ഞു. അത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ നിങ്ങൾക്കും പഞ്ചഭൂതങ്ങളിലെ എർത്ത് എലമെന്റ് ആയിട്ട് ഒരു ബോണ്ടിങ് ഉണ്ടാവും. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ശാരീരികമായി അതാ പറഞ്ഞത്, ശരീരത്തിൽ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ എർത്തായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. ഇതെങ്ങനെ ചെയ്യണം പലർക്കും അറിയില്ല. വൃക്ഷാസനം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ചിലർ പറയും ചെരുപ്പില്ലാതെ ഭൂമിയിൽ നടക്കുക, അത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് കാര്യമാണ്. ഇത് അതിന്റെ ഒരു പടി മുകളിലാണ്. സോ എനിബഡി ഫേസിങ് ഫിസിക്കലി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് വൃക്ഷാസനം ഒരു സൊല്യൂഷൻ ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ്, പത്മാസനം. പത്മം എന്ന് പറഞ്ഞാൽ ലോട്ടസ്. ലോട്ടസിന്റെ കാര്യവും നിങ്ങൾ വായിക്കുന്ന ആൾക്കാർ, ഇമേജ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ യു ക്ലിയർലി നോ, ലോട്ടസ് എന്ന് പറയുന്നതും എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്നതും എല്ലാ കൾച്ചറിലും ഈക്വൽ മീനിങ് കൊടുക്കുന്നതാണ്. അത് ബുദ്ധിസത്തിലേക്ക് പോയാലും ടിബറ്റിലേക്ക് പോയാലും, നിങ്ങൾ ലോകത്തിലെ മിക്ക കൾച്ചേഴ്സ്, എസ്പെഷ്യലി ഭാരതത്തോട് ഒട്ടി നിൽക്കുന്ന ഏതൊരു കൾച്ചർ എടുത്ത് നോക്കിയാലും താമര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻലൈറ്റൻമെന്റ്. താമര എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പ്യൂരിറ്റി ഓർ കംപ്ലീഷൻ. ചേറിൽ നിന്ന് പുറത്തു വന്ന് അത്രയും ഒരു പ്രതികൂല സാഹചര്യത്തിൽ വളർന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പൂവായിട്ട് മാറുക. ഇതാണ് താമരയുടെ ക്വാളിറ്റി. സോ ഇറ്റ് ഡസന്റ് മാറ്റർ നിങ്ങൾ എത്ര ക്രൂരനാണെങ്കിലും, എത്ര മോശമാണെങ്കിലും, നിങ്ങൾ എത്ര വീക്ക് ആണെങ്കിലും, വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ചേറിനെ തന്നെ ന്യൂട്രീഷൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളർന്ന് താമരയായിട്ട് മാറാൻ സാധിക്കും. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദൈവങ്ങൾ വരെ കയ്യിലെടുത്ത് നടക്കുന്ന ആ ഒരു പുഷ്പമായിട്ട്, ആ ഒരു ക്വാളിറ്റി ആയി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അതാണ് പത്മാസനം. പക്ഷെ ഇതിന് മറ്റ് ആസനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ദർ ഈസ് എ റെസ്ട്രിക്ഷൻ. ഒന്നാമത്തെ കാര്യം, ഇത് എളുപ്പമല്ല. പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നവർക്ക് അത്യാവശ്യം അറിയും. ഒരു പ്രാവശ്യമെങ്കിലും പത്മാസനം ഇരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാവും. എസ്പെഷ്യലി ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്മാസനം ആൻഡ് യു ഈസ് ഇംപോസിബിൾ. ബോഡി അതിന് വഴങ്ങില്ല. ചെറിയ ഏജ് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. മാത്രമല്ല ഇത് വീഡിയോ നോക്കി കാലുമടക്കി വെക്കാൻ പറ്റുന്ന ഒരു ആസനം, നല്ല രീതിക്ക് ഗൈഡ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ എന്നാലും ഓരോ ബോഡിയുടെ ക്വാളിറ്റി, ഞാൻ ആദ്യം പറഞ്ഞ ജിയോമെട്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. പത്മാസനത്തിൽ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. റൈറ്റ് ആദ്യം വെക്കണം, ലെഫ്റ്റ് ആദ്യം വെക്കണം, ലെഫ്റ്റ് ലെഗ് ആദ്യം വെക്കണം, റൈറ്റ് വെക്കണം, ഇനി ഫിംഗേഴ്സ് അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഇത് കുറച്ച് താഴെ വെക്കണം, ഇത് കുറച്ച് മേലെ വെക്കണം. നിങ്ങൾക്ക് തോന്നും പത്മാസനം എന്ന് പറഞ്ഞാൽ ആകെ ഒന്നല്ലേ ഉള്ളൂ. ഇല്ല,
പത്മാസനത്തിൽ തന്നെ ആയിരക്കണക്കിന് വേരിയേഷൻസ് ഉണ്ട്. മീൻസ് ഇപ്പോൾ വെച്ച് ഞാനിവിടെ ലെഫ്റ്റ് ലെഗ് ആദ്യം മേലെ വെച്ച് റൈറ്റ് ലെഗ് മേലെ പിന്നീട് വെച്ചു. എന്നിട്ട് എൻ്റെ തള്ളവിരലൊന്ന് എൻ്റെ തൈസിൽ ടച്ച് ചെയ്ത പോലെയാണ് ഞാൻ വെക്കുന്നതെന്ന് വിചാരിക്കുക. മീൻസ് എൻ്റെ തള്ളവിരൽ എൻ്റെ തൈസിൽ ടച്ച് ചെയ്യുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ പ്രാണൻ വർക്കാവുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടച്ച് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇനി ലെഫ്റ്റ് മാറ്റി റൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫറെൻറ്റ്. കുറച്ച് ഉള്ളിലേക്ക് വെച്ചാൽ ഡിഫറെൻറ്റ്, കയറ്റി വെച്ചാൽ ഡിഫറെൻറ്റ്. അതാണ് പത്മാസനത്തിൻ്റെ ബ്യൂട്ടി. മറ്റാസനങ്ങളിലും വേരിയേഷൻസ് ഉണ്ട്, പക്ഷെ ഇതാണ് വൺ ഓഫ് ദ ചെറിയൊരു സെൻറ്റിമീറ്റർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വലിയ എക്സ്പ്ലോഷനാണ് ഉള്ളിൽ നടക്കുക. സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എപ്പോഴും ഉപദേശിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു മോണിറ്ററിംഗ് ഉള്ള യോഗ ക്ലാസ്സിലോ യോഗ സ്റ്റുഡിയോയിലോ പോയിട്ട് ഒന്ന് പഠിക്കുക. എന്നിട്ട് വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കോളൂ. ഓക്കെ, ഒരാൾ നിങ്ങളെ നോക്കാൻ വേണം. നിങ്ങൾ മീൻസ് ചിലപ്പോൾ ഇഞ്ചുറി ക്രിയേറ്റ് ചെയ്യാൻ നല്ല സാധ്യതയുള്ള ആസനമാണ് പത്മാസനം, എസ്പെഷ്യലി ഒരു ഏജ് ആയി കഴിഞ്ഞാൽ. ഇത് പത്മാസനം നിങ്ങൾക്ക് ഇരുന്ന് ഏറ്റവും ചുരുങ്ങിയത് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്യുക. ബട്ട് ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും യാതൊരു സ്ട്രെയിനും ഇല്ലാതെ ഇതിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫൈനൽ വേ ടു എൻലൈറ്റൻമെന്റ്. നിങ്ങൾ ആ ക്രിയ ചെയ്യേണ്ട, ഈ സാധനം ചെയ്യേണ്ട, അത് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, നാമം ജപിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. പത്മാസന ബ്രെത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധ്യാനം, ശൂന്യ അങ്ങോട്ടേക്ക് അത് പോയിക്കൊണ്ടിരുന്ന എൻലൈറ്റൻമെന്റ് ഈസ് എ ഗ്യാരണ്ടി തിങ്. അതുപോലെ നിങ്ങൾ പല യോഗികളുടെ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. ബ്രെത്ത് നിൽക്കുന്നവർ, ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നവർ, കുഴിയിൽ മീൻസ് മണ്ണിന്റെ താഴെ കുഴിച്ചിട്ടുണ്ട് ജീവനോടെ പുറത്ത് വരുന്നവർ, അങ്ങനെ ബ്രെത്ത്, അതുപോലെ നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർ, ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നവർ, ബോഡിയിലെ റെസ്പിറേറ്ററി കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് അത് കൺട്രോൾ ചെയ്യുന്നവർ, ബോഡി ഹീറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നവർ, ഇവരുടെ എല്ലാം പ്രൈമറി സാധന ഇതാണ്. ഇത് മാത്രം ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഇവരുടെ എല്ലാം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് പത്മാസനം പ്ലസ് അവർ ചെയ്യുന്ന ധ്യാനമാണ്. മുദ്രകൾക്ക് വേറെ പ്രാധാന്യമുണ്ട്, പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇറ്റ്സ് പത്മാസനം. പക്ഷെ ഇത് രാജാവാണ്, ആസനങ്ങളുടെ രാജാവ് പത്മാസനമാണ്. പഠിക്കാൻ കുറച്ച് പണിയാണ്. പഠിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് യു ക്യാൻ ഫോളോ ദാറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 12 years, നിങ്ങളെ തിരിച്ചറിയില്ല ആൾക്കാർ. മീൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഇറങ്ങിയ ആള് ഒരു മനുഷ്യനായിരുന്നു. കൺസിസ്റ്റൻ്റ്ലി ഒരു 6 മാസം ഇതേ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് നാഡി ശുദ്ധി പ്രാണായാമം ധ്യാനം ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് ഹ്യൂമൻ ബീങ്. ജസ്റ്റ് അവരുടെ മുഖത്തിലെ ഗ്ലോ വെച്ചിട്ട് തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയും അത്. നിങ്ങൾ ഒരു മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല. സോ ദീസ് ആർ ദ 3 ആസനാസ്. ഇതെങ്ങനെ പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 2 ആസനങ്ങളും നിങ്ങൾക്ക് നല്ലൊരു മലയാളം യൂട്യൂബ് വീഡിയോ പ്രാക്ടിക്കൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പത്മാസനം മാത്രം ഞാൻ പറഞ്ഞ പോലെ ഒരു ഗൈഡൻസ് എടുത്തിട്ട് മാത്രം ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കരുത്. ദീസ് ആർ വെരി സിമ്പിൾ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ നിങ്ങളുടെ ജോമെട്രി, നിങ്ങളുടെ ഈ ശരീരം എന്ന യന്ത്രത്തെ അടിമുടി ഹയർ വൈബ്രേഷനിലേക്ക് കൊണ്ടുപോകാൻ ഈ 3 ആസനങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് മാസ്റ്റർ ചെയ്താൽ തന്നെ ധാരാളമായി. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതെടുക്കുക ആൻഡ് ട്രൈ ടു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാബിറ്റാക്കി മാറ്റാൻ ശ്രമിക്കുക.